എടാ ബസ്സേ, നീ എന്നെ വെട്ടിച്ചിട്ട് വന്നില്ലയോ? ഇപ്പൊ എന്തായി? കേറിയാട്ടെ, ബ്രേക്ക് ഡൗൺ അല്ലയോ? എനിക്കറിയാം, ഇത് സാധാരണയാ. കേറ്. നിർത്തണം. ഇതെന്താ കുഴി കാണുമ്പോഴൊക്കെ അത് ചാടുന്നത്? ഓ, ഇവന് രാഷ്ട്രീയ പ്രസംഗി. സ്കൂട്ടറോ അതോ ഓടിക്കുന്ന ആളോ? യഥാതന്ത തഥാപിള്ള. അമ്മേ, ഇത് ഇന്റർവ്യൂവിനുള്ള കാർഡാ. നാളെ രാവിലെ 10 മണിക്ക് തിരുവനന്തപുരത്ത്. എങ്ങനെ പോകും മോളെ? ഇതെന്താ ഇത്ര പെട്ടെന്ന്? പെട്ടെന്നൊന്നുമല്ല, കാർഡ് അയച്ചിട്ട് ദിവസങ്ങളായി. നമുക്ക് കിട്ടിയത് ഇന്നേ ഉള്ളൂ. ഇപ്പൊ എന്താ ഒരു വഴി? മോൾ ഒറ്റയ്ക്ക് പോകാമോ? ഒറ്റയ്ക്ക് എങ്ങനെയാ അമ്മേ? ഞാൻ ആദ്യമായി പോവുകയല്ലേ. അത് ശരിയാ. ഞാൻ കൂടെ വരാമെന്ന് വെച്ചാ ഇത് പൂട്ടിയിടണം. പൂട്ടിയിട്ടാ പതുകാരെല്ലാം പട്ടിണിയാവും. തന്നെയുമല്ല, ഞാൻ വന്നിട്ട് എന്ത് പ്രയോജനം? 2 പെണ്ണുങ്ങളും കൂടെ തിരുവനന്തപുരം പട്ടണത്തിൽ എന്തോ ചെയ്യാനാ? എന്താ അമ്മയും മോളും കൂടെ ഒരു ഗൂഢാലോചന? എന്റെ സാറേ, എവക്കൊരു ഇന്റർവ്യൂ അങ്ങ് തിരുവനന്തപുരത്താ. കൂടെ പോവാൻ ആരുമില്ല. അതിനെന്താ, ഞാൻ വേണമെങ്കിൽ പോവാമല്ലോ. അല്ല, എന്നെ വിശ്വാസം ഉണ്ടെങ്കിൽ മതി. പിന്നെ തിരുവനന്തപുരം ആവുമ്പോ എനിക്ക് നല്ല പരിചയമാണ്. കാർഡിങ്ങനെ നോക്കട്ടെ. ഇത് വില്ലേജ് ഓഫീസിലെ ജോലിക്കുള്ള ഇന്റർവ്യൂ ആണല്ലോ. അല്ല, അവിടെയുള്ള മിക്കവരും എന്റെ പരിചയക്കാരാ. സാറിനെ എന്താ വിശ്വസിച്ചാല്? സത്യം പറയാമല്ലോ, ഞാൻ സാറിന്റെ കാര്യം ആലോചിക്കുകയായിരുന്നു. സാറിനെ പോലെ ഇതിന് പറ്റിയ ഒരാള് വേറെയില്ല. എന്താ മോളെ? എന്നാ ഉടനെ തന്നെ ഒരു കാറ് പിടിച്ചു പോവാം. രാവിലെ ഇവിടെ എത്തണ്ടേ? തുളസി ഒരുങ്ങിക്കോളൂ. വലിയ സ്പീഡൊന്നും വേണ്ട. രാവിലെ 8 മണിക്ക് തിരുവനന്തപുരത്ത് എത്തിയാൽ മതി. എന്ത് പറ്റി? ഫാൻ ബെൽറ്റ് പൊട്ടി. അയ്യോ, ഇനിയിപ്പോ എന്ത് ചെയ്യും? പുതിയ ഒരെണ്ണം വാങ്ങണം. 10-15 മൈൽ ദൂരം പോകണം വാങ്ങണമെങ്കിൽ. കുഴഞ്ഞോ? ഇനിയിപ്പോ ഈ രാത്രി നമ്മൾ എന്ത് ചെയ്യാൻ? എന്ത് പറ്റി? ഫാൻ ബെൽറ്റ് പൊട്ടിപ്പോയി. ഇതുവഴി ഇനി ബസ്സൊന്നും ഇല്ലല്ലോ. ഡ്രൈവർ കയറിക്കോളൂ. ഞാൻ പോകുന്ന വഴിക്ക് ടൗണിൽ ഇറക്കാം. വല്ല ലോറിയോ കാറോ ഇങ്ങോട്ട് വരുന്നുണ്ടെങ്കിൽ ഇവിടെ ഇറങ്ങാമല്ലോ. എന്തായാലും അതുവരെ നിങ്ങൾ ഇവിടെ നിൽക്കണ്ട. ഈ സ്ഥലം അത്ര നല്ലതല്ല. അതാ അവിടെ ഒരു TV ഉണ്ട്, അവിടെ പോയി വിശ്രമിക്കാം. വരൂ. മുറി ഒന്നും ഒഴിവില്ല സാർ. ആകെ 2 മുറിയേ ഉള്ളൂ. ഒന്ന് ലൈസൻസ് എഞ്ചിനീയറാ, മറ്റേത് എന്റെ മോനും മരുമകളുവാ. ഇന്നലെ ആയിരുന്നു കല്യാണം. എനിക്ക് പോകാൻ പറ്റിയില്ല. അതുകൊണ്ട് ഭാര്യയെ വിളിച്ചിട്ട് അവൻ ഇങ്ങോട്ട് പോകുന്നു. പുതുമോടിയല്ലേ, അല്പം ജാലിയായിരിക്കട്ടെ എന്ന് കരുതി. ഓ, അത് സാരമില്ല, ഞാൻ ആ മുറി ഒഴിച്ചു തരാം. അത് വേണ്ട കേശവപിള്ളേ, അവരെ ബുദ്ധിമുട്ടിക്കണ്ട. ഓ, അത് സാരമില്ല, സാറ് വന്നാട്ടെ. വാ. വന്നാട്ടെ. ഇതാണ് സാറേ എന്റെ മോൻ. ഇത് മരുമോൾ. മോനെ, ഇതാണ് അച്ഛൻ എപ്പോഴും പറയാറുള്ള രവി സാർ. എനിക്ക് ജോലി കിട്ടിയത് തന്നെ ഈ സാറ് നിമിത്തം.
മോനൊരു കാര്യം ചെയ്യും, ആ ഔട്ട് ഹൗസിൽ കിടന്നു സാറിന് ഈ മുറി കൊടുക്കാം. ശരി അച്ഛൻ. ഞാനും പോണു സാർ. എന്തെങ്കിലും ആവശ്യമുണ്ടെ വിളിക്കണേ. തുളസി ഇവിടെ കിടന്നുള്ളൂ, ഞാൻ വേണേ പുറത്താ. ആ അത് വേണ്ട, സാറ് കിടന്നുള്ളൂ, ഞാനിവിടെ നിന്നോളാം. ഓ, അതെങ്ങനെ ശരിയാകും? ഒരു പെൺകുട്ടിയെ വെറുതെ നിർത്തിയിട്ട് ഞാൻ എങ്ങനെ കിടന്ന് ഉറങ്ങും? അത് സാരമില്ല, ഞാനിവിടെ വെറുതെ തന്നെ നിന്നോളാം. ആ, എന്നാ ഞാനും ഇവിടെ നിന്നോളാം വെറുതെ. ഷോ, കട്ടില് വെറുതെ കിടക്കുന്നു. ഇല്ലാത്ത മുറി കേശവുള്ള ഉണ്ടാക്കി തന്ന രണ്ടുപേരും സുഖമായിട്ട് കിടന്നോട്ടെ എന്ന് വെച്ചു. ഒറ്റയ്ക്ക് പോയി സുഖമായിട്ട് കിടന്നു. ഷോ, ഒറ്റയ്ക്ക് എന്തൊരു സുഖമാ. ഓ, എന്തൊരു തണുപ്പ്, നല്ല തണുപ്പ്. തുളസിക്ക് തണുപ്പ് തോന്നുന്നുണ്ടോ? ഇല്ല. ഇല്ലേ? ആ, Mm-hmm.